വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉറങ്ങാൻ, അല്ലേ? ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സംസാരിക്കുന്നു ഡോക്ടർ സച്ചിൻ സുരേഷ്, ENT സ്പെഷ്യലിസ്റ്റ്, ശ്രീ സുരേന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കച്ചേരിപ്പടി. സ്ലീപ്പ് ഹൈജീൻ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രാക്ടീസ്. ഈ കാലത്ത് നമ്മുടെ മൊബൈൽ ഫോണും TV-യും എല്ലാം വന്നതിന് ശേഷം സ്ലീപ്പ് ഹൈജീൻ്റെ ക്വാളിറ്റി കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെല്ലാവരും ബെഡിൽ പോയി കിടന്നാലും ഫോൺ നോക്കിയാണ് ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. സ്ലീപ്പ് ഹൈജീനിൽ പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ റെഗുലറായിട്ട് ഒരേ സമയത്ത് കിടക്കുക, ഒരേ സമയത്ത് എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. 2, നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം 2 മണിക്കൂർ മുമ്പ് സ്ക്രീൻ ബ്ലൂ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, മൊബൈൽ ഫോൺ, ഇങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരു ഒപ്റ്റിമം ലൈറ്റിംഗ്, അതായത് നമുക്ക് ഇരുട്ടായിട്ടുള്ള റൂമാണ് ആവശ്യമുണ്ടെങ്കിൽ കേർട്ടൻസും കാര്യങ്ങളും ഡ്രോ ചെയ്ത് അതിനുള്ള ഒപ്റ്റിമം ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഒരു ഭയങ്കര ചൂടുള്ള റൂം അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള റൂം, രണ്ടിലും നമുക്ക് ഉറക്കം പെട്ടെന്ന് കിട്ടാൻ പാടായിരിക്കും. ഒരു മിതമായ തണുപ്പോ അല്ലെങ്കിൽ കാറ്റോ മതി നമുക്ക് ഉറങ്ങാൻ. ഇപ്പോൾ എയർ കണ്ടീഷൻ ഉള്ളവർ അത് 18-ൽ ഇട്ടുകൊണ്ടും നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ടെമ്പറേച്ചർ കൂട്ടി 30-ലിട്ട് നമ്മൾ ഫാൻ ഓഫ് ചെയ്താലും നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു മിതമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എക്സസൈസ് കാര്യങ്ങളെല്ലാം ഒരു 3 to 4 hours ഉറക്കത്തിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കുക. എക്സസൈസ് ചെയ്ത ഉടനെ നമ്മുടെ ഫുൾ അഡ്രിനാലിൻ പമ്പ് ചെയ്തിരിക്കുമ്പം നമ്മൾ പോയി കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല. അത് ശരീരം കൂൾ ഡൗൺ ചെയ്ത് റിലാക്സ് ആയതിനു ശേഷമാണ് ആ ഉറക്കം നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ രാവിലത്തെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശ കഴിക്കും, ഉച്ചയ്ക്ക് കുറച്ച് എന്തെങ്കിലും ജോലി തിരക്കിൻ്റെ ഇടയിൽ കഴിക്കും, രാത്രി വീട്ടിൽ വന്ന് രാജാവിനെ പോലെ ഭാര്യയും അമ്മയും ഉണ്ടാക്കി തന്ന കോഴിക്കറിയും ബിരിയാണി എല്ലാം അടിച്ച് കയറ്റും. ആ ഒരു ഹെവി മീല് കഴിയുമ്പോൾ നാച്ചുറലി നമ്മൾ ആ ഉറങ്ങുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൊടുത്തില്ലെങ്കിൽ രാത്രി എരിച്ചിൽ, ബഹളം, ഇതെല്ലാം കാരണം നമ്മൾ പിന്നെയും ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ യുവർ ഡിന്നർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 hours prior to your bed time. You should always sleep regularly at the same time and try to wake up at the same time. Screens to be avoided at least 2 hours prior to your bed. Exercise and such activity, physical activities, to be done at least 4 hours prior to your bed. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ നമ്മുടെ ഉറക്കമില്ലായ്മ കാര്യങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും.